ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷാന. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് D&C എന്താണ്, D&E എന്താണ്, ഈ D&Cയും D&Eയും തമ്മിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ആദ്യമായിട്ട് D&C എന്താണെന്ന് നോക്കാം. D&C എന്ന് വെച്ചാൽ ഡയലറ്റേഷൻ ആൻഡ് ക്യൂററ്റേജ്. ഇനി ഈ പ്രൊസീജിയർ എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. നമ്മളുടെ ഗർഭാശയത്തിൻ്റെ മുഖത്തിൻ്റെ പേരാണ് സെർവിക്സ്. അപ്പോൾ ആ സെർവിക്സിലോട്ട് നമ്മളൊരു ഇൻസ്ട്രുമെൻ്റ് കടത്തി അവിടെ ഡയലേറ്റ് ചെയ്ത് യൂട്രസിൻ്റെ അകത്തുള്ള കമ്പോണൻറ്റ് പുറത്തെടുക്കുന്ന ഒരു പ്രൊസീജിയർ രീതിയാണ് ഈ D&C എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ പുറത്തെടുക്കുന്ന ഈ കമ്പോണൻറ്റ് നമ്മൾ ബയോപ്സിക്ക് അയക്കും അല്ലെങ്കിൽ ടെസ്റ്റിന് അയക്കും എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അത് ടെസ്റ്റിന് അയക്കുമ്പോൾ എന്തോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ കമ്പോണൻറ്റ് ഒരു പത്തോളജിസ്റ്റ് മൈക്രോസ്കോപ്പ് വഴി ആ കോശങ്ങൾ എല്ലാം വിശദമായിട്ട് നോക്കുകയും അതിലെന്തെങ്കിലും വ്യത്യാസമുണ്ടോ, കോശങ്ങൾക്ക് എന്തെങ്കിലും ദോഷകരമായ വ്യത്യാസമുണ്ടോ എന്ന് വെച്ചാൽ ക്യാൻസർ അങ്ങനെ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടോ എന്നൊക്കെ ഇതിലൂടെ അവരൊരു റിപ്പോർട്ട് തരും. ഇനി ഏതൊക്കെ കണ്ടീഷനിലാണ് ഈ D&C ചെയ്യുന്നതെന്ന് നോക്കാം. മെയിനായിട്ട് ഹെവി ആയിട്ട് മെൻസ്ട്രൽ ബ്ലീഡിങ്, അത് എത്ര ഹോർമോണൽ ടാബ്ലറ്റ് കഴിച്ചിട്ടും ടാബ്ലറ്റ് കുറേ കഴിച്ചിട്ടും ഒട്ടും കൺട്രോൾ ആവുന്നില്ല, പിന്നീടും ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവുന്നു. അല്ലെങ്കിൽ USG ചെയ്ത് നോക്കിയ സമയത്ത് യൂട്രസിൻ്റെ അകത്ത് എൻഡോമെട്രിയൽ പോളിപ്പ് അല്ലെങ്കിൽ ദശ കാണപ്പെടുന്നു, അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ഹൈപ്പർ പ്ലാസിയ എന്നുള്ളൊരു റിപ്പോർട്ട് കിട്ടുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള കണ്ടീഷനിലൊക്കെ D&C ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ മെനോപോസ് അല്ലെങ്കിൽ ആർത്തവ വിരാമം എന്ന് പറയുന്നൊരു കണ്ടീഷൻ ഉണ്ടായതിന് ശേഷം 3-4 വർഷത്തിന് ശേഷം വീണ്ടും ബ്ലീഡിങ് ഉണ്ടാവുന്നു. ആ കണ്ടീഷനിലും ഈ D&C എന്ന് പറയുന്ന പ്രൊസീജിയർ ചെയ്യുന്നതായിരിക്കും. ഇനി അടുത്തത് D&E എന്താണെന്ന് നോക്കാം. അതിൻ്റെ പൂർണ്ണ രൂപമാണ് ഡയലറ്റേഷൻ ആൻഡ് ഇവാക്യുവേഷൻ എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നത് ഈ ഗർഭിണികളായിട്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കാരണവശാൽ അബോർഷൻ ഉണ്ടാവുക, അത് ഹാർട്ട് ബീറ്റ് ഇല്ലാത്ത കണ്ടീഷനായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കണ്ടീഷൻ കൊണ്ട് അബോർഷൻ ആവുന്ന ഒരു കണ്ടീഷനിൽ നമ്മൾ ഈ ഫീറ്റൽ പാർട്സും ഈ പ്ലാസൻ്റയുടെ പാർട്സും ഒക്കെ സക്ക് ചെയ്ത് പുറത്തെടുക്കും ഒരു ഉപകരണം വഴി. അപ്പോൾ ആ പ്രൊസീജിയറിന് പറയുന്ന പേരാണ് D&E എന്ന് പറയുന്നത്, ഡയലറ്റേഷൻ ആൻഡ് ഇവാക്യുവേഷൻ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.